പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, എല്ലാവരും സേഫാണല്ലോ അല്ലേ? ഇപ്പം നമ്മൾ കോവിഡിൻ്റെ സമൂഹ വ്യാപനം ഉണ്ടാകുന്ന ഒരു ഘട്ടത്തിലാണ്. അപ്പം എല്ലാവരും സുരക്ഷിതരായിരിക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. നിർബന്ധമായിട്ട് മാസ്ക് ധരിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ആരോഗ്യം കുറച്ചുകൂടെ നമ്മുടെ ബോഡി ഹെൽത്തി ആയിട്ടിരിക്കാൻ, അതായത് പ്രിവെൻറ്റീവ് നമ്മുടെ ഇമ്മ്യൂണിറ്റി പവർ കൂട്ടുന്ന തരത്തിലുള്ള ഭക്ഷണങ്ങളൊക്കെ കഴിച്ച് ഹെൽത്തി ആയിട്ടിരിക്കാനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക. ഇപ്പം നമുക്ക് ഡോക്ടേഴ്സ് പറയുന്ന മാതിരി നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ കിട്ടുന്ന തരത്തിലുള്ള സാധനങ്ങളുണ്ട് ഇല്ലേ? എന്തൊക്കെയാണ്? നമ്മുടെ നാച്ചുറൽ ആയിട്ടുള്ള നാരങ്ങ നീര് ഉപയോഗിക്കുക, തേന്, മഞ്ഞൾ, ഇഞ്ചി നീര്, ഇതൊക്കെ ഉപയോഗിക്കുക. അതുപോലെ ചൂട് സാധനങ്ങൾ മാത്രം നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ അത് ചൂട് സാധനങ്ങളായിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ചൂടുവെള്ളം കുടിക്കുക. ഇങ്ങനെയൊക്കെ കുറേയൊക്കെ നമുക്ക് ഒരു പരിധിവരെ നമ്മുടെ ഹെൽത്തിനെ നമുക്ക് പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് കഴിയും. അപ്പോൾ അതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക നന്നായിട്ട്. ഓക്കെ, ഹാൻഡ് വാഷ് ഒക്കെ ഉപയോഗിച്ച് നമ്മൾ സോപ്പിട്ട് തന്നെ നമ്മൾ കൈ കഴുകി വളരെ ശുചിയായിരിക്കാനായിട്ടൊക്കെ നമ്മൾ ശ്രദ്ധിക്കാം. ഓക്കെ, അങ്ങനെയൊക്കെ നമ്മൾ പരമാവധി നമുക്ക് ഒരുമിച്ച് ഈ ഒരു കോവിഡ് എന്നുള്ള ഒരു അവസ്ഥയിൽ നിന്ന് നമുക്ക് മുന്നോട്ട് വരാനായിട്ട് സാധിക്കുമെന്ന് പ്രതീക്ഷിക്കാം. ഓക്കെ, അപ്പം അതൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചോളാം. നമ്മൾ മൈക്രോ എക്കണോമിക്സിന്റെ ഫസ്റ്റ് ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്തതാണ് കഴിഞ്ഞ ക്ലാസ്സിൽ. അപ്പം ഇന്ന് മുതൽ നമ്മൾ സെക്കൻഡ് ചാപ്റ്ററാണ്. സെക്കൻഡ് ചാപ്റ്ററിന്റെ ഫസ്റ്റ് പാർട്ടാണിത്. അപ്പൊ സെക്കൻഡ് ചാപ്റ്ററിൽ നമുക്കറിയാം എന്താണ് കൺസ്യൂമർ ബിഹേവിയർ ആൻഡ് ഡിമാൻഡ് എന്നുള്ള യൂണിറ്റ് ആണ് നമുക്ക് സെക്കൻഡ് യൂണിറ്റ് അല്ലേ? അപ്പൊ അതില് രണ്ട് പാർട്ടായിട്ടാണ് വരിക. എന്താ കൺസ്യൂമർ ബിഹേവിയർ, അതായത് കൺസ്യൂമേഴ്സ് എങ്ങനെ ബിഹേവ് ചെയ്യുന്നു ഒരു ഇക്കോണമിയിൽ. ഇപ്പൊ അതെങ്ങനെയാണ് നമുക്കത് പ്രൂവ് ചെയ്യാൻ പറ്റുക, അതിനെ നമുക്ക് എങ്ങനെ അനലൈസ് ചെയ്യാൻ പറ്റും, എന്താണ് ബഡ്ജറ്റ് ലൈനും ഇൻഡിഫറൻസ് കർവ് എന്നുള്ള രണ്ട് ടൂളിന്റെ സഹായത്തോടു കൂടി നമ്മൾ കൺസ്യൂമറിന്റെ ബിഹേവിയർ അനലൈസ് ചെയ്യുന്ന ഒരു പാർട്ടാണ് ഫസ്റ്റ് പാർട്ട്. സെക്കൻഡ് പാർട്ട് എന്ന് പറയുന്നത് ഡിമാൻഡിനെ കുറിച്ച് അനലൈസ് ചെയ്യുന്നതാണ്. ഓക്കെ, നമ്മൾ വരുന്ന മുറയ്ക്ക് നമുക്കത് മനസ്സിലാകും. അപ്പോൾ ഫസ്റ്റില് കൺസ്യൂമർ ബിഹേവിയർ. ഇപ്പൊ കൺസ്യൂമേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ആരാണ് ഉപഭോക്താക്കളാണ്. നമ്മളെല്ലാവരും കൺസ്യൂമേഴ്സ് ആണ് അല്ലേ? ഇപ്പൊ കൺസ്യൂമേഴ്സ് കൺസംഷൻ ആണ് അവരുടെ ആക്ടിവിറ്റി. കൺസ്യൂമേഴ്സ് എന്ന് പറഞ്ഞാൽ ഉപഭോക്താക്കൾ. ഒരു പ്രധാനമായിട്ടും നമ്മൾ എന്താണ് ചെയ്യുക? നമ്മുടെ കൺസംഷൻ, ആക്ട് ഓഫ് കൺസംഷൻ എന്ന് പറഞ്ഞാല് മീനിങ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. എന്താണ്? ആക്ട് ഓഫ് യൂസിങ് അല്ലേ? അപ്പം നമ്മൾ സാധനങ്ങളെ ഉപയോഗിക്കുന്ന ആക്ടിവിറ്റിയാണ് കൺസംഷൻ കൊണ്ട് നമ്മൾ മെയിൻ ചെയ്യുക. അപ്പൊ എപ്പോഴാണ് നമ്മൾ കൺസംഷൻ നടത്തുക? നമുക്ക് വോൺസ് ഉണ്ടാവുമ്പോൾ. നമുക്ക് ഇഷ്ടമാതിരി വോൺസ് ഉണ്ടെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ? നമുക്ക് അറിയാമോ? അപ്പൊ ഈ വോൺസ് സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? ഗുഡ്സ് ഒക്കെ നമ്മൾ കൺസ്യൂം ചെയ്യും. ഓക്കെ, അപ്പൊ കൺസ്യൂം ചെയ്യുമ്പോൾ നമുക്ക് എന്താണ്? നമുക്ക് അതിൽ നിന്ന് നമുക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടും അല്ലേ? അപ്പോ ഗുഡ്സ് കൺസ്യൂം ചെയ്യുമ്പോൾ, ഏതൊരു സാധനം കൺസ്യൂം ചെയ്യുമ്പോഴും നമുക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടും. ഇപ്പൊ നമ്മള് ചൂട് സമയമാണ്, അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഒരു ജ്യൂസോ പ്യൂർ വെള്ളം കുടിച്ചാൽ പോലും നമുക്കൊരു ആശ്വാസം കിട്ടാറുണ്ട്. അത് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഇല്ലേ? അപ്പൊ നമുക്ക് ചൂട് ദാഹം എന്നുള്ള അവസ്ഥ അങ്ങ് മാറും. അതുപോലെ നമ്മൾ വിശന്നിരിക്കുമ്പോൾ ഭക്ഷണം കഴിക്കുമ്പോഴാണെങ്കിലും എന്ത് സാധനമാണെങ്കിലും നമ്മൾ ഉപയോഗിക്കുമ്പോൾ തീർച്ചയായിട്ടും അതിൽ നിന്ന് നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടും. ആ സാറ്റിസ്ഫാക്ഷൻ എന്നുള്ള വേർഡിന് ഇക്കണോമിക് സെൻസിൽ എടുക്കുമ്പോൾ നമ്മൾ യൂട്ടിലിറ്റി എന്നാണ് പറയുക. ഓക്കെ, യൂട്ടിലിറ്റി എന്ന് പറഞ്ഞാൽ സാറ്റിസ്ഫാക്ഷൻ ഡിറൈവ്ഡ് ഫ്രം ദി കൺസംഷൻ ഓഫ് എ പെർട്ടിക്കുലർ കമ്മോഡിറ്റി. ഒരു സാധനം കൺസ്യൂം ചെയ്യുന്നതിലൂടെ, ഉപയോഗിക്കുന്നതിലൂടെ നമുക്ക് ലഭിക്കുന്ന സാറ്റിസ്ഫാക്ഷനെയാണ് എന്തായിട്ട് കൺസിഡർ ചെയ്യുക? യൂട്ടിലിറ്റി എന്ന് പറയുക. ഓക്കെ, അപ്പൊ അതിനെ നമുക്ക് വേറൊരു തിരുത്തി പറയാം. ഇപ്പൊ നമ്മളൊരു പേന നമ്മൾ മേടിച്ചു, ഒരു പേന മേടിച്ച് നമ്മൾ എഴുതുമ്പോൾ അത് സ്മൂത്ത് ആയിട്ട് നമുക്ക് എഴുതുമ്പോൾ തന്നെ നമുക്ക് എന്ത് ഫീൽ ചെയ്യും? നമുക്കൊരു സന്തോഷം ഉണ്ടാവും അല്ലെ? ഒരു സാറ്റിസ്ഫാക്ഷൻ, നല്ല പേനയാണ് എന്നൊരു ഫീല് നമുക്ക് ഉണ്ടാവും. അപ്പൊ തീർച്ചയായിട്ടും ആ കിട്ടുന്ന സാറ്റിസ്ഫാക്ഷനെ നമ്മൾ ഇക്കണോമിക് ടേംസിൽ നമ്മൾ എക്സ്പ്രസ് ചെയ്യുവാണെങ്കിൽ എന്താണ് നമ്മൾ കൺസിഡർ ചെയ്യുക? യൂട്ടിലിറ്റി എന്നുള്ള ടേമിലാണ് നമ്മൾ പറയുക. ഓക്കെ, അപ്പൊ യൂട്ടിലിറ്റി എന്ന് ഏതൊരു പ്രോഡക്റ്റിനും നമ്മുടെ വോൺസ് സാറ്റിസ്ഫൈ ചെയ്യാൻ ഒരു കപ്പാസിറ്റി ഉണ്ട് ഇല്ലേ? ആന്നല്ലോ. ഇപ്പൊ ഫുഡ് ആയിക്കോട്ടെ, ഡ്രസ് ആയിക്കോട്ടെ, ബുക്ക് ആയിക്കോട്ടെ, പെന്ന്, മൊബൈൽ ആയിക്കോട്ടെ, ഏതൊരു പ്രോഡക്റ്റിനും നമ്മുടെ വോൺസ് സാറ്റിസ്ഫൈ ചെയ്യാൻ ഒരു കപ്പാസിറ്റി ഉണ്ടാവും. ആ കപ്പാസിറ്റി ആയിട്ട് നമുക്ക് എന്തിനെ കൺസിഡർ ചെയ്യാം? യൂട്ടിലിറ്റിനെ നമുക്ക് കൺസിഡർ ചെയ്യാം. ഓക്കെ, അപ്പൊ യൂട്ടിലിറ്റി എന്ന് പറയുമ്പോൾ സിംപ്ലി നമുക്ക് രണ്ട് രീതിയിൽ മീൻ ചെയ്യാം. എന്തൊക്കെയാണ്? വോൺസ് സാറ്റിസ്ഫൈ കപ്പാസിറ്റി ഓഫ് എ കമ്മോഡിറ്റി. ഒരു കമ്മോഡിറ്റിയുടെ നമ്മുടെ വോൺസ് സാറ്റിസ്ഫൈ ചെയ്യാനുള്ള, വോൺസ് നമ്മൾ സാറ്റിസ്ഫൈ ചെയ്യും. ആ സാറ്റിസ്ഫൈ ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? അത് നമ്മൾ പൂർത്തിയാക്കുന്നതാണ് അല്ലെ? നമ്മളത് യൂസ് ചെയ്യുമ്പോഴാണ്.
അപ്പൊ സാറ്റിസ്ഫൈ ചെയ്യാനുള്ളൊരു പ്രോഡക്റ്റിന്റെ കപ്പാസിറ്റിനെ നമുക്ക് എന്തായിട്ട് പറയാം? സിംപ്ലി യൂട്ടിലിറ്റി എന്ന് പറയാം. അല്ലെങ്കിൽ സാറ്റിസ്ഫാക്ഷൻ ഡിറൈവ്ഡ് ഫ്രം ദ യൂസ് ഓഫ് എ പെർട്ടിക്കുലർ കമ്മോഡിറ്റി. നമുക്ക് ഒരു വ്യക്തിക്ക് ലഭിക്കുന്ന സാറ്റിസ്ഫാക്ഷനെയും നമുക്ക് എന്തായിട്ട് കൺസിഡർ ചെയ്യാം? യൂട്ടിലിറ്റി എന്ന് കൺസിഡർ ചെയ്യാം. ഓക്കെ, ഇപ്പൊ യൂട്ടിലിറ്റിയുടെ മീനിങ് നിങ്ങൾക്ക് മനസ്സിലാക്കണമല്ലോ അല്ലെ? സാറ്റിസ്ഫാക്ഷനെയാണ് നമ്മൾ യൂട്ടിലിറ്റി എന്ന് പറയുക. അപ്പൊ യൂട്ടിലിറ്റിക്ക് ഒരു പ്രത്യേകതയുണ്ട്. എന്താണത്? ഇപ്പൊ നമ്മളൊരു കമ്മോഡിറ്റി കൺസ്യൂം ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുന്ന അതേ സാറ്റിസ്ഫാക്ഷൻ ആയിരിക്കില്ല നിങ്ങൾക്ക് വരിക അല്ലേ? ഇപ്പൊ നമ്മൾ ആപ്പിൾ കഴിക്കുമ്പോൾ എനിക്ക് കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ ചിലപ്പം കൂടുതലായിരിക്കാം. അതേ സാറ്റിസ്ഫാക്ഷൻ അല്ല അശ്വിൻ കഴിക്കുമ്പോൾ കിട്ടുക. അശ്വിന് ചിലപ്പോ സാറ്റിസ്ഫാക്ഷൻ അതിനേക്കാളും ഭയങ്കര ഇഷ്ടമുള്ളൊരു പ്രോഡക്റ്റ് ആയിരിക്കും. നല്ലതായിട്ട് സാറ്റിസ്ഫൈഡ് ആവും ഒരാൾ കഴിക്കുമ്പോൾ. അതേ സാറ്റിസ്ഫാക്ഷൻ ആയിരിക്കത്തില്ല ആമിനാക്കി. ആമിനാക്കി ചിലപ്പോ അത് എന്താണ് ആപ്പിൾ ആയിരിക്കില്ല. ക്രേസി അയാളുടെ ഫേവറേറ്റ് ഫ്രൂട്ട് എന്ന് പറയുന്ന ആപ്പിൾ ആയിരിക്കില്ല. വ്യത്യാസം ഉണ്ടാവും. അപ്പോ എന്താണ് നമുക്ക് മീൻ ചെയ്യുക? സെയിം പ്രോഡക്റ്റ് തന്നെ ഡിഫറെന്റ് കൺസ്യൂമേഴ്സിന് ഡിഫറെന്റ് ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ ആവും പ്രൊവൈഡ് ചെയ്യുക അല്ലേ? സോ യൂട്ടിലിറ്റി ക്യാൻ ബി കൺസിഡേർഡ് ആസ് വാട്ട്? സബ്ജക്റ്റീവ്. യൂട്ടിലിറ്റി സബ്ജക്റ്റീവ് ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുക. യൂട്ടിലിറ്റി മീൻസ് സാറ്റിസ്ഫാക്ഷൻ. സാറ്റിസ്ഫാക്ഷൻ ഈസ് കൺസിഡേർഡ് ആസ് സബ്ജക്റ്റീവ് in the sense that ഏത് സെൻസിലാണ് അതിന് സബ്ജക്റ്റീവ് എന്ന് പറയുക? In the sense that it is different for different consumers. If same commodity is consumed by different individuals, satisfaction derived from this consumption is different for different individuals. Okay, in this particular sense utility is considered as subjective. Utilityയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് പലർക്കും പല ഫീൽ ആയിരിക്കും, പല തരത്തിലായിരിക്കും എന്ത് കിട്ടുക? സാറ്റിസ്ഫാക്ഷൻ കിട്ടുക. ഓക്കെ, ഇപ്പൊ യൂട്ടിലിറ്റിക്ക് ഇങ്ങനെ ഒരു പ്രത്യേകത ഉണ്ടെന്നുള്ളത് നമ്മൾ ഓർക്കുക. ഓക്കെ, യൂട്ടിലിറ്റിക്ക് നമ്മൾ രണ്ട് അപ്രോച്ചസിലൂടെയാണ് യൂട്ടിലിറ്റി നമുക്ക് പഠിക്കാൻ പറ്റുക. ഏതൊക്കെ അപ്രോച്ചസ് ആണ്? കാർഡിനൽ അപ്രോച്ച് എന്നും ഓർഡിനൽ അപ്രോച്ച് എന്നും പറയും. ഓക്കെ, ഈ കാർഡിനൽ അപ്രോച്ചിന്റെ പ്രത്യേകത എന്താണ്? യൂട്ടിലിറ്റി എന്ന് പറയുന്നത് മെഷറബിൾ ആണ്, നമുക്ക് മെഷർ ചെയ്യാൻ സാധിക്കും. and it can be expressed in numbers. Okay, so cardinal measurement of utility means utility is measurable and that can be expressed on the basis of numbers. Numbersൽ എക്സ്പ്രസ് ചെയ്യാൻ കഴിയുന്ന അനാലിസിസ് ആണ് യൂട്ടിലിറ്റിയെ ബേസ് ചെയ്തിട്ടെന്നാണ് എന്തിനു വരിക? കാർഡിനൽ അപ്രോച്ച് സ്റ്റേറ്റ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഡെഫിനറ്റ്ലി എന്തായിരിക്കും ഓർഡിനൽ? അതിൽ തന്നെ ഒരു ക്ലൂ ഉണ്ടാവും ഇല്ലേ? രണ്ട് അനാലിസിസ് വരുമ്പോ കാർഡിനലിന് മെഷറബിൾ എന്ന് പറയുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ഓർഡിനൽ എന്ന് പറഞ്ഞാൽ എന്താവും? വിച്ച് കനോട്ട് ബി മെഷേർഡ് ബട്ട് ദാറ്റ് കൻ ഓൺലി ബി റാങ്ക്. നമുക്ക് റാങ്ക് ചെയ്യാനേ കഴിയത്തുള്ളൂ. വിച്ച് ദാറ്റ് കനോട്ട് ബി ന്യൂമറിക്കലി എക്സ്പ്രസ്ഡ് എന്നാണ് ഏതിൽ വരിക? ഓർഡിനൽ അപ്രോച്ചിൽ വരിക. അപ്പൊ യൂട്ടിലിറ്റി അനലൈസ് ചെയ്യാനായിട്ട് ഈ രണ്ട് അപ്രോച്ചസ് ആണ് നമുക്കുള്ളത്. ഏതൊക്കെയാണ്? കാർഡിനൽ അപ്രോച്ചും ഓർഡിനൽ അപ്രോച്ചും. ഓക്കെ, യൂട്ടിലിറ്റിനെ കാർഡിനൽ അപ്രോച്ച് അനുസരിച്ച് നമുക്ക് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. എന്തൊക്കെയാണ്? ടോട്ടൽ യൂട്ടിലിറ്റി എന്നും മാർജിനൽ യൂട്ടിലിറ്റി എന്നും. ഓക്കെ, ടോട്ടൽ യൂട്ടിലിറ്റിനെ ഞാൻ TU എന്ന് എഴുതിയിട്ടുണ്ട്. മാർജിനൽ യൂട്ടിലിറ്റിനെ നമുക്ക് MU എന്നും നോട്ട് ചെയ്യാം. സിംപ്ലി ഷോർട്ട് ഫോമിൽ നമുക്ക് അങ്ങനെയും എഴുതാം. അപ്പൊ നമുക്കറിയാലോ, നമുക്ക് ഓരോ ഗുഡ്സ് കൺസ്യൂം ചെയ്യുമ്പോഴും നമുക്ക് അതിൽ നിന്ന് എന്ത് കിട്ടും? സാറ്റിസ്ഫാക്ഷൻ കിട്ടും അല്ലേ? ആ സാറ്റിസ്ഫാക്ഷനെയാണ് നമ്മൾ ടോട്ടൽ യൂട്ടിലിറ്റി എന്നുള്ള ടേം കൊണ്ട് നമ്മൾ മീൻ ചെയ്യുക. അപ്പൊ നോക്കി നമുക്ക് എങ്ങനെ നമുക്കത് മെഷർ ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ രണ്ട് കോളം ഇവിടെ എഴുതിയിട്ടുണ്ട്. നമ്പർ ഓഫ് യൂണിറ്റ്സ് ഓഫ് ഔട്ട്പുട്ട് കൺസ്യൂംഡ് ആൻഡ് ടോട്ടൽ യൂട്ടിലിറ്റി ഡിറൈവ്ഡ് ഫ്രം ദി കൺസംപ്ഷൻ ഓഫ് ദിസ് കമ്മോഡിറ്റി. സിമ്പിൾ. ഫസ്റ്റ് ഞാൻ ഒരു ഐസ്ക്രീം കഴിച്ചു എന്ന് വിചാരിക്കാം. ഒരു ഐസ്ക്രീം കഴിക്കുമ്പോൾ തീർച്ചയായിട്ടും ഫസ്റ്റ് സ്റ്റേജിൽ ആദ്യം നമുക്ക് ഒരു ഐസ്ക്രീം കഴിക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ് അല്ലേ? അതിനകത്ത് നമുക്ക് ഭയങ്കര സന്തോഷം, അതൊരു സാറ്റിസ്ഫാക്ഷൻ, നമുക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനമാണ്. ഇപ്പം നമ്മൾ മെറി ബോയോ ഏതെങ്കിലും ഒരു ഐസ്ക്രീം നമ്മൾ കഴിച്ചു, മെറി ബോയുടെ ഐസ്ക്രീം നമ്മൾ കഴിച്ചു എന്ന് കരുതാം. അപ്പൊ തീർച്ചയായിട്ടും അതിൽ നിന്ന് കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ, നമുക്ക് നല്ലൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടി. അപ്പൊ ഞാൻ അവിടെ 10 യൂണിറ്റ്സ് കിട്ടിയതായിട്ട് കൺസിഡർ ചെയ്യാം. ഓക്കെ, ഇപ്പൊ ഒരു ഐസ്ക്രീം കഴിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് ടോട്ടൽ സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത് 10 യൂട്ടിൽസ് എന്നാണ്. 10 യൂണിറ്റ്സ് നമുക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടിയതായിട്ട് നമുക്ക് മെഷർ ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് ഇഷ്ടപ്പെട്ടു. അപ്പൊ നമ്മൾ എന്താ ചെയ്യാം? ഒരു ഐസ്ക്രീമും കൂടെ നമ്മൾ കഴിച്ചു. നേരത്തെ നമ്മൾ ആദ്യം കഴിച്ചപ്പോൾ 1 യൂണിറ്റ് ഐസ്ക്രീം കഴിച്ചപ്പോൾ നമുക്ക് 10 യൂണിറ്റ് ആണ് സാറ്റിസ്ഫാക്ഷൻ കിട്ടിയത്. ഒരു ഐസ്ക്രീമും കൂടെ നമ്മൾ കഴിച്ചു എന്ന് കരുതുക. ഓക്കെ, 2 ഐസ്ക്രീം നമ്മൾ കഴിച്ചു. 2 ഐസ്ക്രീം കഴിക്കുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള സാധനമാണ്.
അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് സാറ്റിസ്ഫാക്ഷൻ എന്താവും, അവിടെ നമുക്ക് ഇൻക്രീസ് ചെയ്യും. സപ്പോസ് നമുക്ക് സാറ്റിസ്ഫാക്ഷൻ ഭയങ്കര ഇഷ്ടമായി അല്ലെ, ഫസ്റ്റ് ഒരു യൂണിറ്റ് കഴിക്കുമ്പോൾ അതിനേക്കാളും കുറച്ചുകൂടെ നമുക്കൊരു ഇഷ്ടം വരും, രണ്ടാമത്തെ ഒരു യൂണിറ്റ് കൂടെ നമ്മൾ കഴിക്കും, സാറ്റിസ്ഫാക്ഷൻ കുറച്ചുകൂടെ ഒന്ന് കൂടും അല്ലെ. അപ്പൊ നമ്മൾ അതുകൊണ്ട് എന്ത് ചെയ്തു, വീണ്ടും ഒരു ഐസ്ക്രീമും കൂടെ നമ്മൾ കഴിച്ചു. ഓക്കെ, ഇനി മൂന്നാമത്തെ ഒരു യൂണിറ്റ് കഴിക്കും. അപ്പോ ആദ്യം കിട്ടിയ സാറ്റിസ്ഫാക്ഷനേക്കാളും ഇച്ചിരിയുടെ സാറ്റിസ്ഫാക്ഷൻ നമുക്ക് രണ്ടാമത്തെ യൂണിറ്റിൽ നിന്ന് കിട്ടി. ഇനിയും നമ്മൾ ഒരു യൂണിറ്റ് കൂടെ കൺസ്യൂം ചെയ്താലോ സാറ്റിസ്ഫാക്ഷൻ ഇതുമാതിരി കിട്ടുമോ? ഇല്ല. സാറ്റിസ്ഫാക്ഷൻ്റെ അളവ് അവിടെ എന്ത് ചെയ്യും, ഇച്ചിരി എന്ന് പറയും. നമുക്ക് മതിയാവും, വേണ്ടായിരുന്നു എന്ന് നമുക്ക് തോന്നും ഇല്ലേ. അപ്പൊ സാറ്റിസ്ഫാക്ഷൻ കുറച്ചുകൂടി ഒന്ന് നമുക്ക് കുറഞ്ഞതായിട്ട് ഫീൽ ചെയ്യും. ഓക്കെ, എങ്കിലും എന്താണ് നമ്മൾ പറയുക, 22 ഒക്കെ നമുക്ക് സാറ്റിസ്ഫാക്ഷൻ നമ്മൾ 22 ആയിട്ട് മെഷർ ചെയ്തിട്ടുണ്ട്. സിംപ്ലി ഒരു ഫിഗർ കൊടുത്തേ ഉള്ളൂ, സാറ്റിസ്ഫാക്ഷന്റെ കിട്ടി. അപ്പൊ ഇവിടെ നോക്കിയേ, ഒരു യൂണിറ്റ് കൺസ്യൂം ചെയ്യുമ്പോൾ നമുക്ക് എത്ര സാറ്റിസ്ഫാക്ഷൻ കിട്ടി, 10 യൂണിറ്റ് കിട്ടി. ഓക്കെ, 2 ഐസ്ക്രീം കഴിച്ചപ്പോ കിട്ടിയ മൊത്തം സാറ്റിസ്ഫാക്ഷൻ എത്രയാണ്, 18 യൂട്ടിൽസ് ആണ്. ഓക്കെ, 18 യൂട്ടിൽസ് നമുക്ക് സാറ്റിസ്ഫാക്ഷൻ നമുക്ക് കിട്ടിയെന്നാണ് നമ്മൾ പറയുക. നമ്മൾ സാറ്റിസ്ഫാക്ഷനെ മെഷർ ചെയ്യുന്നത് യൂട്ടിൽസ് എന്നാണ്, UTILS, യൂട്ടിൽസ്. ഇമാജിനറി മെഷർമെന്റ്. അപ്പൊ ഒരു ഇമാജിനറി ആണ്. നമ്മൾ പറയാറുണ്ടോ ഐസ്ക്രീം കഴിച്ചപ്പോൾ നമുക്ക് 18 യൂട്ടിൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടിയെന്ന് നമ്മൾ പറയാറുണ്ടോ? ഒരിക്കലും ഇല്ല അല്ലെ. പക്ഷെ നമ്മൾ കാർഡിനൽ അപ്രോച്ച് അനുസരിച്ചിട്ട് എന്താണ് നമ്മൾ പറയുക, യൂട്ടിലിറ്റി മെഷറബിൾ ആണ് എന്നുള്ളൊരു കോൺസെപ്റ്റ് ആണ് ഇവിടെ നമ്മൾ എടുക്കേണ്ടത്. ഓക്കെ, ഇപ്പൊ 2 ഐസ്ക്രീം കഴിക്കുമ്പോൾ നമുക്ക് മൊത്തം എത്ര സാറ്റിസ്ഫാക്ഷൻ കിട്ടി, 18 യൂട്ടിൽ സാറ്റിസ്ഫാക്ഷൻ നമുക്ക് കിട്ടി. ഇനി നമ്മൾ ഒരു യൂണിറ്റ് കൂടെ കഴിച്ചു, അപ്പൊ 3 ഐസ്ക്രീം കഴിക്കുമ്പോൾ നമുക്ക് മൊത്തം എത്ര സാറ്റിസ്ഫാക്ഷൻ കിട്ടി, ഈ 3 യൂണിറ്റിലും കൂടെ നമുക്ക് 22 യൂട്ടിൽ സാറ്റിസ്ഫാക്ഷൻ ആണ് നമുക്ക് കിട്ടിയിട്ടുണ്ടാവുക. ഓക്കെ, ഇനി നോക്കിയേ, ഒരു യൂണിറ്റ് കഴിച്ചു, 4ാമത്തെ യൂണിറ്റ് കൂടെ കഴിച്ചു. 4ാമത്തെ യൂണിറ്റ് കഴിച്ചപ്പോൾ നമുക്ക് 24. ഓക്കെ, വീണ്ടും സാറ്റിസ്ഫാക്ഷന്റെ അളവ് എന്താണ്, 22 24. അതായത് വേണ്ട നമ്മൾ പറഞ്ഞ് കഴിക്കുന്ന ഒരവസ്ഥ അല്ലെ, മതിയാവുന്ന ഒരവസ്ഥ. അപ്പൊ എന്താണ്, വീണ്ടും ഒന്നുകൂടെ നമ്മൾ കഴിക്കാൻ പറയും. അപ്പൊ നോക്കിയേ, 5ാമത്തെ യൂണിറ്റും കൂടെ നമ്മൾ എടുത്തു. അപ്പൊ ഇവിടെ എന്താ സംഭവിക്കുക, നമ്മുടെ സാറ്റിസ്ഫാക്ഷൻ നമുക്ക് എന്ത് പറ്റി നോക്കിയേ, അവിടെ നിന്ന് നമുക്ക് എന്താവും, നമുക്ക് വേണ്ടതാവും. നമ്മൾ ഐസ്ക്രീമേ നമ്മൾ ഇനി കഴിക്കാതെയാവും ഇല്ലേ. സാറ്റിസ്ഫാക്ഷൻ നമുക്ക് ഇനി ഐസ്ക്രീം വേണ്ട, മടുക്കും, ആ ഒരു അവസ്ഥയിലോട്ട് നമ്മൾ പോകും. ദാറ്റ് മീൻസ് സാറ്റിസ്ഫാക്ഷന്റെ അളവ് ഇവിടെ ടോട്ടൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത് കുറഞ്ഞിട്ട് വരും. അപ്പോ ടോട്ടൽ യൂട്ടിലിറ്റി എന്ന് പറഞ്ഞാൽ സിംപിളി നമ്മളൊരു മെഷർമെന്റ് കൊടുക്കുന്നേ ഉള്ളൂ. ഇതുമാതിരി കൺസംഷൻ കൂടുന്തോറും ഓർക്കേണ്ടത് കണ്ടിന്യൂസ് ആയിട്ടാണ് നമ്മൾ കൺസ്യൂം ചെയ്യുക അല്ലെ. ഇന്നൊരു ഐസ്ക്രീം കഴിച്ചു, നാളെ ഒരു ഐസ്ക്രീം കഴിച്ചാൽ ഇതേ അവസ്ഥ വരില്ല. സെയിം സ്പോട്ടില് ഒരേ ദിവസം അറ്റ് സ്ട്രെച്ചിൽ നമ്മൾ ഇത് കഴിക്കുവാണെങ്കിൽ ഡെഫിനറ്റ്ലി ടോട്ടൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത് കുറഞ്ഞു വരും. നോക്കണം അത്. ഓക്കെ, അപ്പൊ ഒരു യൂണിറ്റ് കഴിക്കുമ്പോൾ ടോട്ടൽ യൂട്ടിലിറ്റി 10 യൂട്ടിൽസ് ആണ്. 2 യൂണിറ്റ് കഴിക്കുമ്പോൾ എന്താണ്, 18 യൂട്ടിൽസ് കിട്ടി. 3 ഐസ്ക്രീം കഴിക്കുമ്പോൾ നമുക്ക് കിട്ടിയ മൊത്തം സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത് 22. 4 യൂണിറ്റ്സ് ആയപ്പോ നമുക്ക് എത്ര കിട്ടി, 24 യൂട്ടിൽസ് കിട്ടി. 5 യൂണിറ്റ് ആയപ്പോൾ നമ്മുടെ സാറ്റിസ്ഫാക്ഷൻ 22 ആയിട്ട് കുറഞ്ഞു. കൂടുതൽ ചെയ്ത് നമുക്ക് കുറഞ്ഞു എന്നുള്ള മീനിങ് ആണ് കിട്ടുക. ഇപ്പൊ ടോട്ടൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത് എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും, ഡിപ്പെൻഡ്സ് അതിന്റെ മീനിങ് ഓർത്തോളുക. ഒപ്പം അത് നമ്മൾ എടുക്കുന്ന കൺസ്യൂം ചെയ്യുന്ന ഗുഡ്സിനനുസരിച്ചിരിക്കും സാറ്റിസ്ഫാക്ഷന്റെ അളവ്. ഇപ്പൊ നമുക്ക് എല്ലാ ഗുഡ്സിനും ഇതേപോലെ ആവണം എന്നില്ല ഇല്ലേ, അത് നമ്മൾ നോക്കുക. ടോട്ടൽ യൂട്ടിലിറ്റി ഓഫ് എ കമ്മോഡിറ്റി എന്ന് പറഞ്ഞത് ദാറ്റ് ഈസ് റിലേറ്റഡ് വിത്ത് ദി കമ്മോഡിറ്റീസ് കൺസ്യൂംഡ് ഓർ ഗുഡ്സ് കൺസ്യൂംഡ് ബൈ എൻ ഇൻഡിവിജ്വൽ. ഓക്കെ, അടുത്ത കോൺസെപ്റ്റ് എന്ന് പറയുന്നത് മാർജിനൽ യൂട്ടിലിറ്റി ആണ്. ഓക്കെ, മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത് എന്താണ് മാർജിനൽ? മാർജിനൽ എന്നുള്ള ടേം അഡീഷണൽ എന്നുള്ള മീനിങ് ആണ് കൊടുക്കുക. ഓക്കെ, ഇപ്പൊ മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറഞ്ഞാൽ അഡീഷണൽ യൂട്ടിലിറ്റി ഓർ അഡീഷണൽ സാറ്റിസ്ഫാക്ഷൻ. നമ്മള് ഒരു ഗുഡ് അധികമായിട്ട് കൺസ്യൂം ചെയ്യുമ്പോൾ ടോട്ടൽ യൂട്ടിലിറ്റിയിൽ എത്ര അഡീഷൻസ് വരുന്നുണ്ടോ, എത്ര ടോട്ടൽ യൂട്ടിലിറ്റി എത്ര ചേഞ്ച് വരുന്നുണ്ടോ, ആ ചേഞ്ചിനെയാണ് നമ്മൾ എന്തായിട്ട് പറയുക, മാർജിനൽ യൂട്ടിലിറ്റി ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുക. അതായത് marginal utility means addition to total utility when an additional unit of output is consumed. Okay, ഒന്നുകൂടെ നോക്കുക. marginal utility means എന്താണ്, addition to total utility when an additional unit of output is consumed. Okay,
ഒരു യൂണിറ്റ് ഔട്ട്പുട്ട് അധികമായിട്ട് കൺസ്യൂം ചെയ്യുമ്പോൾ ടോട്ടൽ യൂട്ടിലിറ്റിയിൽ എത്ര കൊണ്ട് മാറ്റം വരുന്നുണ്ടോ ആ മാറ്റത്തിനെയാണ് നമ്മൾ എന്തായിട്ട് കൺസിഡർ ചെയ്യുക, മാർജിനൽ യൂട്ടിലിറ്റി എന്ന് നമ്മൾ കൺസിഡർ ചെയ്യുക. ഓക്കെ, അല്ല എങ്കിൽ നമ്മൾ എന്താണ് പറയാം, രണ്ട് രീതിയിൽ നമുക്ക് മാർജിനൽ യൂട്ടിലിറ്റിയെ മീൻ ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് മീനിങ് നമ്മൾ നോക്കി. ഈ സെക്കൻഡ് മീനിങ് എന്ന് പറഞ്ഞാൽ റേറ്റ് ഓഫ് ചേഞ്ച് ഇൻ ടോട്ടൽ യൂട്ടിലിറ്റി ഡ്യൂ ടു ചേഞ്ച് ഇൻ കമ്മോഡിറ്റീസ് കൺസ്യൂംഡ്. അതായത് എന്താണ്, ടോട്ടൽ യൂട്ടിലിറ്റിയിൽ ഉണ്ടാവുന്ന റേറ്റ് ഓഫ് ചേഞ്ച് ആണ്. എങ്ങനെയാണ് ചേഞ്ച് ഉണ്ടാവുക, ഡ്യൂ ടു ചേഞ്ച് ഇൻ കമ്മോഡിറ്റീസ് കൺസ്യൂംഡ്. നമ്മൾ കമ്മോഡിറ്റീസ് കൺസ്യൂം ചെയ്യുന്നതിൽ ഉണ്ടാവുന്ന ചേഞ്ച് മൂലം മാറ്റത്തിന് അനുപാതികമായിട്ട് ടോട്ടൽ യൂട്ടിലിറ്റിയിൽ ഉണ്ടാവുന്ന മാറ്റത്തിനെയാണ് നമ്മൾ എന്തായിട്ട് കൺസിഡർ ചെയ്യുക, മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറയാം. ഓക്കെ, അപ്പൊ മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറഞ്ഞാൽ റേറ്റ് ഓഫ് ചേഞ്ച് ഇൻ ടോട്ടൽ യൂട്ടിലിറ്റി ഡ്യൂ ടു ചേഞ്ച് ഇൻ ഗുഡ്സ് കൺസ്യൂംഡ് ഓർ റേറ്റ് ഓഫ് ചേഞ്ച് ഇൻ കമ്മോഡിറ്റീസ് കൺസ്യൂംഡ്. ഓക്കെ, അപ്പൊ മാർജിനൽ യൂട്ടിലിറ്റിക്ക് നമുക്ക് എന്തൊക്കെ മീനിങ് കൊടുക്കാൻ പറ്റുക? ഫസ്റ്റ് മീനിങ് എന്ന് പറയുന്നത് അഡീഷൻ ടു ടോട്ടൽ യൂട്ടിലിറ്റി when an additional unit of output is consumed. Okay, second sense la marginal utility means a rate of change in total utility due to change in commodities consumed. Okay, ഈ രണ്ട് രീതിയിൽ നമുക്ക് മീൻ ചെയ്യാം. വളരെ ഇമ്പോർട്ടന്റ് ആണ് അതിന്റെ മീനിങ്, ഓർത്തോളുക. മാർജിനൽ യൂട്ടിലിറ്റി കാണാം. മാർജിനൽ യൂട്ടിലിറ്റി കാണാനായിട്ട് നമുക്ക് ഫോർമുല ഉണ്ട്. MU എന്ന് പറയുന്നത്, സപ്പോസ് ഞാൻ MU ഓഫ് X എന്ന് എഴുതി. X എന്ന് പറഞ്ഞാൽ ദാറ്റ് റെപ്രസെന്റ്സ് യൂണിറ്റ് ഓഫ് കമ്മോഡിറ്റീസ് കൺസ്യൂംഡ് എന്നാണ്. എത്ര യൂണിറ്റ് X, മേ ബി ഇപ്പൊ നമ്മൾ എത്ര യൂണിറ്റ്സ് കൺസ്യൂം ചെയ്തു, 1 to 5 യൂണിറ്റ്സ് വരെ നമ്മൾ കൺസ്യൂം ചെയ്തു. അപ്പോ ഇവിടെ ഉണ്ടാകാം this X represents number of units of output consumed എന്നാണ്. ഓക്കെ, അപ്പൊ ഇവിടെ 1 എഴുതാം, 2 എഴുതാം, അപ് ടു ഏത് വരെ എഴുതാം, 5 വരെ നമുക്ക് എഴുതാൻ പറ്റും. അപ്പോ MU ഓഫ് X എന്ന് പറയുന്നത് that is equal to delta TU by delta Q എന്ന് പറയാം. ഓക്കെ, ഡെൽറ്റ TU by ഡെൽറ്റ Q എന്നാണ്. ഡെൽറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്, ചേഞ്ച് അല്ലെ. ഡെൽറ്റ എന്ന് പറഞ്ഞാൽ മാറ്റം, ചേഞ്ച് എന്നാണ് നമ്മൾ മീൻ ചെയ്യുക. അപ്പൊ ഡെൽറ്റ TU എന്ന് പറഞ്ഞാൽ എന്താ മീനിങ്, ചേഞ്ച് ഇൻ ടോട്ടൽ യൂട്ടിലിറ്റി. ടോട്ടൽ യൂട്ടിലിറ്റിയിൽ ഉണ്ടാവുന്ന ചേഞ്ച്, മാറ്റം. ഓക്കെ, ദെൻ ബൈ ഡെൽറ്റ Q എന്ന് പറഞ്ഞാൽ ക്വാണ്ടിറ്റിയിൽ ഉണ്ടാവുന്ന, ഔട്ട്പുട്ടിൽ ഉണ്ടാവുന്ന മാറ്റം അല്ലെ. നമ്മൾ ഔട്ട്പുട്ട് കൂടുതൽ കൺസ്യൂം ചെയ്യുമ്പോഴാവും എന്ത് ചെയ്യുക, ടോട്ടൽ യൂട്ടിലിറ്റിയിൽ വ്യത്യാസം ഉണ്ടാവുക. അതെ, അപ്പൊ നോക്കൂ, നമ്മള് ഫസ്റ്റ് യൂണിറ്റ് കഴിക്കുമ്പോൾ നമുക്ക് കിട്ടിയ ടോട്ടൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത് എത്രയാണ്, 10 യൂണിറ്റ്സ് ആണ് അല്ലെ. ഇനി ഒരു യൂണിറ്റ്, ഒരു ഐസ്ക്രീമും കൂടെ നമ്മൾ അധികമായിട്ട് കഴിച്ചപ്പോ 10 യൂണിറ്റ്സ് ആയിരുന്ന ടോട്ടൽ യൂട്ടിലിറ്റി അല്ലെങ്കിൽ TU എന്ന് പറയുന്നത് 10 ആയിരുന്നത് എത്രയായിട്ട് മാറി, 18 യൂണിറ്റ് ആയിട്ട് ഇൻക്രീസ് ചെയ്തു അല്ലേ. അപ്പോ എത്ര യൂണിറ്റ്സിന്റെ ചേഞ്ച് ഉണ്ടായി നോക്കൂ. ആദ്യത്തെ കേസിൽ ഫസ്റ്റ് യൂണിറ്റ് കൺസ്യൂം ചെയ്യുമ്പോൾ നമുക്ക് 10 യൂണിറ്റ്സ് കിട്ടിയ സ്ഥലത്ത് ഒരു യൂണിറ്റും കൂടെ അധികമായിട്ട് കൺസ്യൂം ചെയ്തപ്പോ, അഡീഷണൽ ആയിട്ട് കൺസ്യൂം ചെയ്തപ്പോ ടോട്ടൽ യൂട്ടിലിറ്റി ഇൻക്രീസസ് ഫ്രം 10 to 18. ഹൗ മച്ച് ഓഫ് ചേഞ്ച് ഇസ് ദേർ? ടോട്ടൽ യൂട്ടിലിറ്റിയുടെ എത്ര കൊണ്ട് ചേഞ്ചസ് ഉണ്ടായി, 8 യൂണിറ്റ്സിന്റെ ചേഞ്ചസ് ഉണ്ടായി അല്ലേ. അപ്പൊ മാർജിനൽ യൂട്ടിലിറ്റി നമുക്ക് ഇവിടെ എന്ത് എഴുതാം, 8 എന്ന് എഴുതാം. ഓക്കെ, ഈ 8 എന്ന് പറയുന്നത് എങ്ങനെ കിട്ടിയെന്ന് നമുക്ക് നോക്കാം. നോക്കൂ, MU ഓഫ് X. അപ്പൊ സെക്കൻഡ് യൂണിറ്റിന്റെ മാർജിനൽ യൂട്ടിലിറ്റി കണ്ടുപിടിക്കുക. ഞാൻ എന്ത് എഴുതി, MU ഓഫ് 2 is equal to MU ഓഫ് 2. നേരത്തെ നമ്മൾ ഫസ്റ്റ് യൂണിറ്റ് എടുക്കുമ്പോൾ നമ്മൾ ഇനിഷ്യൽ സ്റ്റേജ് എന്താ, ഒരു യൂണിറ്റ് കൺസ്യൂം ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ഒന്നും കൺസ്യൂം ചെയ്തിട്ടില്ല, ഫസ്റ്റ് കേസാണ് അല്ലേ. ഒരു യൂണിറ്റ് കൺസ്യൂം ചെയ്തപ്പോൾ നമുക്ക് മൊത്തം സാറ്റിസ്ഫാക്ഷൻ 10. അപ്പൊ മാർജിനൽ യൂട്ടിലിറ്റിയും എന്താണ്, 10 തന്നെ നമുക്ക് അവിടെ മീൻ ചെയ്യാം. കാരണം നേരത്തെ ഒന്നും ഉണ്ടായിരുന്നില്ലല്ലോ. നേരത്തെ നമ്മുടെ ടോട്ടൽ യൂട്ടിലിറ്റി നമ്മൾ ഒന്നും കൺസ്യൂം ചെയ്തിട്ടില്ല. അപ്പൊ മാർജിനൽ മീൻസ് അഡീഷണൽ ആണ്, ഒരു യൂണിറ്റ് അധികമായിട്ട് ചേഞ്ച് ചെയ്യുമ്പോൾ. അതുകൊണ്ടാണ് നമ്മൾ സെക്കൻഡ് യൂണിറ്റ് മുതൽ എടുത്തത്. ഫസ്റ്റ് യൂണിറ്റ് നമ്മൾ കൺസ്യൂം ചെയ്തു, 10 യൂണിറ്റ്സ് കിട്ടി. ഒരു യൂണിറ്റ് അധികമായിട്ട് കൺസ്യൂം ചെയ്യുമ്പോൾ ടോട്ടൽ യൂട്ടിലിറ്റിയിൽ ഉണ്ടാവുന്ന ചേഞ്ച് ആണ് എന്ത്, മാർജിനൽ യൂട്ടിലിറ്റി ഇല്ലേ. അതുകൊണ്ടാണ് ഞാൻ MU ഓഫ് 2 എന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഓക്കെ,
അപ്പോ ഇവിടെ എടുക്കുമ്പോൾ MU ഓഫ് 2 എന്ന് പറഞ്ഞാൽ മാർജിനൽ യൂട്ടിലിറ്റി ഓഫ് എന്താണ് സെക്കൻഡ് കമ്മോഡിറ്റി, സെക്കൻഡ് യൂണിറ്റ് എന്നുള്ള മീനിങ്. MU ഓഫ് 2 ഇസ് ഈക്വൽ ടു, ഇപ്പൊ ഇവിടെ എന്താ പറയാ, ദിസ് വൺ ഡെൽറ്റ TU എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ ടോട്ടൽ യൂട്ടിലിറ്റി. നേരത്തെ 18 ആയിരുന്നു, ഇപ്പൊ നേരത്തെ ആദ്യം 10 ആയിരുന്നു, ഇപ്പൊ അത് 18 ആയി. എത്രയുടെ ചേഞ്ച് ഉണ്ടായി? ചേഞ്ച് ഇൻ TU എന്ന് പറയുന്നത് എന്താണ്? 8 എന്നല്ലേ നമ്മൾ കൊടുക്കുക. 8 ബൈ ഡെൽറ്റ ക്യൂ. ഡെൽറ്റ ക്യൂ എന്ന് പറഞ്ഞാൽ നേരത്തെ എത്ര യൂണിറ്റ് ആണ്? 1 യൂണിറ്റ് കൺസ്യൂം ചെയ്തു, ഇപ്പൊ അത് എത്രയായി? 2 യൂണിറ്റ്. എത്ര യൂണിറ്റിന്റെ ചേഞ്ച് ഉണ്ട്? എത്ര യൂണിറ്റ് ആണ് നമ്മൾ അധികമായിട്ട് കൺസ്യൂം ചെയ്തത്? നേരത്തെ നമ്മൾ ഒരു ഐസ്ക്രീം അല്ലേ കഴിച്ചിട്ടുണ്ടാവുക, ഇപ്പൊ ഒരു ഐസ്ക്രീമും കൂടെ അധികമായിട്ട് കഴിച്ചു അല്ലേ? അപ്പം അധികമായിട്ട് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി, അധികമായിട്ട് നമ്മൾ കഴിച്ച യൂണിറ്റ് എത്രയാണ്? 1 യൂണിറ്റ് ആണ്. ഒരു ഐസ്ക്രീമാണ് നമ്മൾ അധികമായിട്ട് കഴിച്ചത് അല്ലേ? അപ്പൊ അവിടെ നമ്മൾ 8 by 1 is equal to what? 8 എന്നല്ലേ നമ്മൾ വരിക. അപ്പോ ആ തരത്തിൽ ഈ ന്യൂമറിക്കലി നമുക്ക് ഈ ഫോർമുല ബേസ് ചെയ്ത് നമുക്ക് ഇങ്ങനെ കണ്ടുപിടിക്കാം. അതിന്റെ ആവശ്യമില്ല, സിംപ്ലി നമുക്ക് എന്ത് ചെയ്താൽ മതി? ടോട്ടൽ യൂട്ടിലിറ്റിയിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് മാത്രം നമുക്ക് എഴുതിയാൽ മതി. ഓക്കെ, ഇപ്പൊ ഫസ്റ്റ് യൂണിറ്റിൽ നമുക്ക് ഇവിടെ 8 എന്ന് എഴുതി. ദെൻ തേർഡ് യൂണിറ്റ് എടുത്ത് നോക്കിയേ. തേർഡ് യൂണിറ്റിൽ എങ്ങനെ വരിക? അപ്പൊ ഇവിടെ നമുക്ക് 18 യൂണിറ്റ് ആയിരുന്നു അല്ലെ? സെക്കൻഡ് യൂണിറ്റ് കഴിക്കുമ്പോൾ 2 ഐസ്ക്രീം കഴിച്ചപ്പോൾ നമുക്ക് കിട്ടിയ മൊത്തം സാറ്റിസ്ഫാക്ഷൻ 18 യൂണിറ്റ്സ് ആണ്. അത് ഒരു ഐസ്ക്രീമും കൂടെ നമ്മൾ അധികമായിട്ട് കഴിക്കുമ്പോൾ, അതായത് 3 ഐസ്ക്രീം കഴിക്കുമ്പോൾ ടോട്ടൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത് എത്രയായി? 18ൽ നിന്ന് 22 ആയി. അപ്പോ എത്ര യൂട്ടിൽസിന്റെ ചേഞ്ച് ഉണ്ടായി? എത്ര സാറ്റിസ്ഫാക്ഷൻ അധികമായിട്ട് ഉണ്ടായി നോക്കുക. എത്ര സാറ്റിസ്ഫാക്ഷൻ കിട്ടി? ഇപ്പൊ നോക്കാലോ, നേരത്തെ 18 ആയിരുന്നു, ഇപ്പൊ അത് 22 ആയാൽ അഡീഷൻ ടു ടോട്ടൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത് എത്രയായിരിക്കും? യെസ്, 4 അല്ലെ? 4 യൂണിറ്റ്സ് അല്ലെങ്കിൽ 4 യൂട്ടിൽസ് ഓഫ് സാറ്റിസ്ഫാക്ഷൻ നമുക്ക് അധികമായിട്ട് ലഭിച്ചു എന്ന് പറയാം. ഓക്കെ, അപ്പൊ അവിടെ ഇതിന് നമുക്ക് എന്താവാം? ഈ എക്സാമ്പിൾ നോക്കി, എക്സ് തന്നെയാണ്. ദെൻ ഇവിടെ MU ഓഫ് 3 എന്ന് എഴുതി, തേർഡ് യൂണിറ്റ്സ് എന്ന് എഴുതുമ്പോ ഇവിടെ എന്താണ്? 18ൽ നിന്ന് 22 ഡെൽറ്റ TU ചേഞ്ച് ഇൻ ടോട്ടൽ യൂട്ടിലിറ്റി. അപ്പൊ ഇവിടെ എന്തായിട്ട് വരും നോക്കിയേ? 4 ബൈ ഔട്ട്പുട്ട് എന്താണ്? ചേഞ്ച് ഇൻ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 1 ആണ് അല്ലേ? നമ്മൾ ഓരോ യൂണിറ്റ് ആണ് ചേഞ്ച് വരിക, ഓരോ ഐസ്ക്രീമാണ് അധികമായിട്ട് ഉപയോഗിക്കുക. ഓക്കെ, അപ്പൊ ഡെൽറ്റ ക്യൂ എന്ന് പറയുന്നത് 1 ആയിരിക്കും. ബൈ 1 is equal to what? 4 എന്നാലേ നമ്മൾ എഴുതുക. ഇതേമാതിരി നമുക്ക് ഇനി ഇവിടെ അടുത്ത 2 യൂണിറ്റ് നമ്മൾ നോക്കിയേ. ഇവിടുത്തെ മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത് എന്താവും? 3 യൂണിറ്റ്സ് കഴിക്കുമ്പോൾ, 3 ഐസ്ക്രീം കഴിക്കുമ്പോൾ നമുക്ക് 22 ആണ് സാറ്റിസ്ഫാക്ഷൻ കിട്ടിയത്, ടോട്ടൽ യൂട്ടിലിറ്റി അല്ലേ? ഒരു ഐസ്ക്രീമും കൂടെ നമ്മൾ പുതിയതായിട്ട് കഴിക്കുമ്പോൾ തീർച്ചയായിട്ടും സാറ്റിസ്ഫാക്ഷൻ അളവ് എന്തായി? 22ൽ നിന്ന് 24 ആയിട്ട് അത് ഇൻക്രീസ് ചെയ്തു. എത്ര യൂണിറ്റിന്റെ ചേഞ്ച് ഉണ്ടായി? 2. ഓക്കെ, 2 യൂണിറ്റിന്റെ ചേഞ്ച് ആണ് ഉണ്ടായിട്ടുണ്ടാവുക. ലൈക്വൈസ് ഏറ്റവും ലാസ്റ്റ് നോക്കിയേ, ഇവിടെ എന്താ സംഭവിച്ചേ? നേരത്തെ 4 ഐസ്ക്രീം കഴിക്കുമ്പോൾ നമുക്ക് കിട്ടിയ മൊത്തം സാറ്റിസ്ഫാക്ഷൻ 24 അല്ലേ? വീണ്ടും ഒരു ഐസ്ക്രീം കൂടെ നമ്മൾ കഴിക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? ടോട്ടൽ യൂട്ടിലിറ്റി ഡിക്രീസ് ചെയ്യും. ഡിക്രീസ് ചെയ്തെന്ന് പറഞ്ഞാൽ 24ൽ നിന്ന് എത്രയായി? 22 ആയിട്ട് മാറി. അപ്പൊ ഇവിടെ നോക്കൂ, ഇവിടെ നമുക്ക് എന്ത് എഴുതാം? TU of 5 നമ്മൾ എഴുതണം അല്ലെ? TU of 5 എന്ന് പറയുമ്പോൾ ഡെൽറ്റ TU, അതായത് ചേഞ്ച് ഇൻ ടോട്ടൽ യൂട്ടിലിറ്റി. ചേഞ്ച് എന്ന് പറഞ്ഞാൽ എന്താ? നേരത്തെ 24 ആയിരുന്നു, ഇപ്പൊ എത്രയായി? 22 ആയി. അപ്പൊ അതെന്താ? കുറഞ്ഞു, നെഗറ്റീവ് ആയി അല്ലേ? ചേഞ്ച് എന്ന് പറയുന്നത് -2. എത്ര യൂണിറ്റിന്റെ കുറവ് സംഭവിച്ചു? നേരത്തെ 24 യൂണിറ്റ് സാറ്റിസ്ഫാക്ഷൻ കിട്ടിയെടുത്ത് ഇപ്പൊ എത്രയേ ഉള്ളൂ? 22 ഉള്ളൂ. 2 യൂണിറ്റ് നമുക്ക് കുറഞ്ഞു, മതിയായി, വേണ്ടാതാവുമ്പോ ആവുന്ന ഒരു സ്റ്റേജ് ആണ്. അപ്പൊ -2 എന്നാണ് നമ്മൾ മീൻ ചെയ്യുക. ബൈ 1 അല്ലേ? ചേഞ്ച് എന്ന് പറഞ്ഞാൽ 1 യൂണിറ്റ് ആണ് നമ്മൾ അധികമായിട്ട് എടുത്തിട്ടുള്ളത്. അപ്പൊ അതെപ്പോഴും കോൺസ്റ്റന്റ് ആണ്, അതിനകത്ത് മാറ്റം ഉണ്ടാവില്ല. 1 യൂണിറ്റ് അധികമാവുമ്പോ സാറ്റിസ്ഫാക്ഷൻ MU എന്ന് പറയുന്നത് -2 ആണ്. ഹിയർ ആൻസർ വിൽ ബി -2. ഓക്കെ, അപ്പോ ടോട്ടൽ യൂട്ടിലിറ്റി ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടാവും. മാർജിനൽ യൂട്ടിലിറ്റി നമുക്ക് ഇതിൽ നിന്ന് കണ്ടുപിടിക്കാൻ സാധിക്കും. ഓക്കെ, ഇനി ഈ ഒരു ഫോർമുല അല്ലാതെ ഇപ്പൊ നമുക്ക് ഈ ഒരു ഫോർമുല ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക. MU of X, മാർജിനൽ യൂട്ടിലിറ്റി ഓഫ് കമ്മോഡിറ്റി X
എക്സ് എന്നുള്ളൊരു കമ്മോഡിറ്റി. എക്സ് എന്ന് പറയുന്നത് ഇവിടെ ഏത് ഐസ്ക്രീം കമ്മോഡിറ്റിനെയാണ് നമ്മൾ മീൻ ചെയ്യുക, യൂണിറ്റ്സ് ഓഫ് ഐസ്ക്രീം ആണ് അല്ലേ. അപ്പൊ അത് എക്സ് ഏതിനൊക്കെ ഡിനോട്ട് ചെയ്യാം, 1 ആകാം, 2 ആകാം, 3 ആവാം. ഇനി നമ്മൾ 10 യൂണിറ്റ്സ് വരെ കൺസ്യൂം ചെയ്യുമെന്ന് വിചാരിക്കാം. അപ്പൊ എക്സിന്റെ സ്ഥാനത്ത് നമുക്ക് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഏതാണ്? അപ് ടു എത്ര വരെയാണോ അതുവരെ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റും. അപ്പൊ mu ഓഫ് എക്സ് കാണാൻ, മാർജിനൽ യൂട്ടിലിറ്റി കാണാൻ എന്ത് ഫോർമുലയാണ് ഉള്ളത്? ഡെൽറ്റ ടി യു ബൈ ഡെൽറ്റ ക്യൂ. ഓക്കെ, mu ഓഫ് എക്സ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഈക്വൽ ടു ഡെൽറ്റ ടി യു ബൈ ഡെൽറ്റ ക്യൂ എന്നാണ്. ഡെൽറ്റ ടി എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ ടോട്ടൽ യൂട്ടിലിറ്റി, ഡെൽറ്റ ക്യൂ എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ ഔട്ട്പുട്ട്. ഓക്കെ, ചേഞ്ച് ഇൻ ഔട്ട്പുട്ട് കൺസ്യൂംഡ് എന്നുള്ള മീനിങ് ആണ് നമ്മൾ കൊടുക്കുക. ഓക്കെ, ഇനി മാർജിനൽ യൂട്ടിലിറ്റി കാണാനായിട്ട് നമുക്ക് വേറൊരു ഫോർമുലയും കൂടെ ഉണ്ട്, അതും കൂടെ നമുക്കൊന്ന് നോക്കാം. mu ഓഫ് എക്സ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഈക്വൽ ടു, നോക്കൂ, mu ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു tu ഓഫ് എക്സ് മൈനസ് tu ഓഫ് എക്സ് മൈനസ് 1. ഓക്കെ, അപ്പോ മാർജിനൽ യൂട്ടിലിറ്റി ഓഫ് എക്സ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഈക്വൽ ടു tu ഓഫ് എക്സ് മൈനസ് tu ഓഫ് എക്സ് മൈനസ് 1. ഓക്കെ, എക്സ് മൈനസ്, അപ്പൊ എക്സ് എന്ന് പറയുന്നത് മേ ബി എന്ന് നോക്കാം, നമുക്കറിയാമല്ലോ ഏത് ഇതിനനുസരിച്ച് വരുന്ന ഏത് യൂണിറ്റ്സ് ഓഫ് ഔട്ട്പുട്ടിനെയും നമുക്ക് എക്സ്പ്രസ് ചെയ്യാം. ഓക്കെ, സപ്പോസ് mu ഓഫ് 2 ആണെന്ന് കരുതുക. മാർജിനൽ യൂട്ടിലിറ്റി ഈ വാല്യൂസ് ഇല്ല, നമ്മൾ മായ്ക്കുകയാണ്, അങ്ങനെയും നമുക്ക് കണ്ടെത്താൻ പറ്റും. നോക്കാം, mu ഓഫ് 2 എന്ന് പറഞ്ഞാൽ മാർജിനൽ യൂട്ടിലിറ്റി ഓഫ് സെക്കൻഡ് കമ്മോഡിറ്റി എന്നാണ് ഇല്ലേ. അപ്പോ സെക്കൻഡ് യൂണിറ്റ് ആണ്, അതായത് 2 യൂണിറ്റ് ഐസ്ക്രീം കഴിക്കുമ്പോൾ ഉണ്ടാവുന്ന മാർജിനൽ യൂട്ടിലിറ്റി എത്രയാ എന്നാണ് നമ്മൾ മീൻ ചെയ്യുക. അപ്പൊ അവിടെ ഫോർമുല എന്താണ്? ടി ഓഫ് എക്സ് മൈനസ് ടി ഓഫ് എക്സ് മൈനസ് 1 എന്നാണ്. അപ്പോ എക്സിന്റെ സ്ഥാനത്ത് ഞാൻ ഇവിടെ 2 കൊടുത്തു. ഓക്കെ, mu ഓഫ് എക്സ് എന്ന് പകരം, അപ്പോ ഞാൻ ഇവിടെ എന്താണ് mu ഓഫ് എക്സിന് പകരം mu ഓഫ് 2 എന്നാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. mu of 2 is equal to എന്താണ് ഫോർമുല? tu of 2 minus tu of 2 minus 1. x minus 1 എന്ന് പറഞ്ഞാൽ തൊട്ട് മുന്നിലെത്തിയാണ്, പ്രീവിയസ് ആയിട്ടാണ് നമ്മൾ മീൻ ചെയ്യുക ഇല്ലേ. അപ്പൊ നോക്കിയേ, that is equal to സെക്കൻഡ് യൂണിറ്റിന്റെ മാർജിനൽ യൂട്ടിലിറ്റി കാണാൻ നമ്മൾ എന്തൊക്കെ തമ്മിലുള്ള ഡിഫറൻസ് ആണ് എടുക്കുക? സെക്കൻഡിന്റെ ഔട്ട്പുട്ടിന്റെ, അതായത് 2 ഐസ്ക്രീം കഴിക്കുമ്പോൾ നമുക്ക് ലഭിച്ച ടോട്ടൽ യൂട്ടിലിറ്റിയിൽ നിന്ന് അതിന് തൊട്ട് മുന്നിലുള്ള ഐസ്ക്രീം കഴിച്ചപ്പോൾ കിട്ടിയ ടോട്ടൽ യൂട്ടിലിറ്റിനെ മൈനസ് ചെയ്യാം. കിട്ടിയോ? mu ഓഫ് 2 എന്ന് പറഞ്ഞാൽ tu ഓഫ് 2 മൈനസ് tu ഓഫ് 2 മൈനസ് 1. 2 മൈനസ് 1 എന്ന് പറഞ്ഞാൽ അവിടെ എന്താണ്? 2 മൈനസ് 1 1 ആണ്. അപ്പൊ നമുക്ക് ഞാൻ എഴുതിക്കൂടെ, ഇറ്റ് ഈസ് ഈക്വൽ ടു 1 എന്ന് എഴുതാമല്ലോ. ഓക്കെ, അപ്പൊ നോക്കിയേ, ഇറ്റ് ഈസ് ഈക്വൽ ടു ടി ഓഫ് 2, 2 യൂണിറ്റ്സ് കഴിക്കുമ്പോൾ കിട്ടുന്ന ടോട്ടൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത് എത്രയാണ്? 18 ആണ്. ഓക്കെ, ഇറ്റ് ഈസ് ഈക്വൽ ടു 18 മൈനസ് 1 യൂണിറ്റ് കഴിക്കുമ്പോൾ കിട്ടുന്ന ടോട്ടൽ യൂട്ടിലിറ്റി എത്രയാണ്? 10 അല്ലേ. അപ്പോ 18 മൈനസ് 10 എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ഈക്വൽ ടു വാട്ട്? 18ൽ നിന്ന് നമ്മൾ 10നെ മൈനസ് ചെയ്താൽ എന്ത് കിട്ടി? 8 കിട്ടി. ഓക്കെ, അപ്പൊ ഇവിടെ ഞാൻ എന്ത് എഴുതി? 8 എന്ന് എഴുതി. ഓക്കെ ആണോ? അപ്പോ ഈ തരത്തിലെ ഫോർമുലയെ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇനി നോക്കിയേ, സപ്പോസ് mu ഓഫ് 4 ആണെന്ന് കരുതുക, ഇസ് ഈക്വൽ ടു mu ഓഫ് 4 നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുക? അതിന്റെ ഫോർമുല എങ്ങനെയാണ് നമ്മൾ എഴുതുക? mu ഓഫ് 4 is equal to tu of 4 minus tu of 4 minus 1 അല്ലേ. നിങ്ങൾക്ക് സ്വന്തമായിട്ട് തന്നെ നിങ്ങൾക്ക് ഫോർമുല പറയാൻ പറ്റും. ഏത് അപ് ടു നമുക്ക് 5 വരെ എഴുതാം അല്ലേ. 5 യൂണിറ്റ്സ് മാത്രമാണുള്ളത്. എത്ര യൂണിറ്റ്സ് ഉണ്ടോ അത്രയും യൂണിറ്റ്സിന്റെ നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? മാർജിനൽ യൂട്ടിലിറ്റി നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയും. ഓക്കെ, അപ്പൊ നിങ്ങൾ നോക്കൂ, mu of 4
is equal to ഫോർമുല എന്താണ് വരിക? tu of 4 minus tu of 4 minus 1. 4ന്റെ തൊട്ട് -1 എന്ന് പറഞ്ഞാൽ തൊട്ട് മുന്നിലുള്ളത്. 4 minus 1 എന്ന് പറഞ്ഞാൽ അവിടെ എന്താവും? 3 എന്നുള്ള മീനിങ് അല്ലേ വരിക? ഓക്കെ, നോക്കിയേ. ഇനി നമ്മള് ഫോർത്ത് യൂണിറ്റിന്റെ ഇവിടുത്തെ പോർഷനാണ് നമ്മൾ എഴുതുന്നത്. മാർജിനൽ യൂട്ടിലിറ്റി ആണ് ഇപ്പൊ ഞാൻ എഴുതിയിട്ടുള്ള ഫോർമുല അനുസരിച്ച്. അപ്പോൾ mu of 4 is equal to tu of 4 minus tu of 4 minus 1. അപ്പൊ നോക്കൂ, ടോട്ടൽ യൂട്ടിലിറ്റി ഓഫ് ഫോർത്ത് യൂണിറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 4 യൂണിറ്റ്സ് കൺസ്യൂം ചെയ്യുമ്പോൾ 4 ഐസ്ക്രീം കഴിച്ചപ്പോൾ നമുക്ക് ലഭിച്ച മൊത്തം സാറ്റിസ്ഫാക്ഷൻ ടോട്ടൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത് 24 യൂണിറ്റ്സ് ആണ് അല്ലേ? അപ്പൊ ഇവിടെ ഞാൻ tu of 4ന് പകരം tu of 4ന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 24 മൈനസ് ഇനി tu of 4 minus 1. 4 minus 1 എന്ന് പറഞ്ഞാൽ അവിടെ എന്താണ്? that is equal to 3 അല്ലേ? t of 3 എന്ന് എഴുതി കൂടായോ? അപ്പൊ ടോട്ടൽ യൂട്ടിലിറ്റി ഓഫ് തേർഡ് യൂണിറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 22. അപ്പൊ 24 minus 22 എന്ന് പറയുന്നത് എത്ര വരും? ആൻസർ വിൽ ബി 2. ഓക്കെ, ഞാൻ ഇവിടെ 2 എന്ന് കൊടുത്തു. സോറി, ഇവിടെ നമ്മൾ 2 എന്ന് കൊടുത്തു. അന്നോ ഇനി ഈ തരത്തിൽ എഴുതാം. ഇനി ലാസ്റ്റ് വൺ നോക്കിയേ, mu of 5. സപ്പോസ് mu of 5 കണ്ടുപിടിക്കാം. നിങ്ങൾ കണ്ടുപിടിച്ച് നോക്കൂ. ഫോർമുല എന്താവും? mu of 5, mu of ഫിഫ്ത്ത് യൂണിറ്റ് എന്നാണ് മീനിങ്. mu of 5 എന്ന് പറയുമ്പോൾ ഓക്കെ, mu of 5 is equal to ഫോർമുല എന്താണ് വരിക? tu of 5 minus tu of 5 minus 1. Okay, mu of 5 is equal to tu of 5 minus tu of 5 minus 1. ഇതാണ് ഫോർമുല. ഓക്കെ, ഇനി നോക്കിയേ, that is equal to tu of 5 minus tu of 5 minus 1. 5 minus 1 എന്ന് പറഞ്ഞാൽ എത്രയാ? 4. ജസ്റ്റ് മുന്നിലുള്ളത് എന്നുള്ള മീനിങ് ആണ് ഉണ്ടാവുക. അപ്പോ tu of 5 minus tu of 4. ഓക്കെ അല്ലേ? അപ്പൊ tu of 5 നോക്കിയേ, tu of 5 എത്രയാണ്? 22. ടോട്ടൽ യൂട്ടിലിറ്റി ഓഫ് ഫിഫ്ത്ത് യൂണിറ്റ് ഓഫ് കമ്മോഡിറ്റി എന്ന് പറയുന്നത് 5 യൂണിറ്റ്സ് ഓഫ് ഐസ്ക്രീം എന്ന് പറയുന്നത് 22 മൈനസ് tu of ഫോർത്ത് യൂണിറ്റ് ഓഫ് ഐസ്ക്രീം അല്ലേ? ടോട്ടൽ യൂട്ടിലിറ്റി ഓഫ് കൺസ്യൂമിങ് 4 യൂണിറ്റ്സ് ഓഫ് ഐസ്ക്രീം എന്ന് പറഞ്ഞാൽ എത്ര യൂണിറ്റ് വരും നമുക്ക്? സാറ്റിസ്ഫാക്ഷൻ എത്രയാണ്? 24. 22ൽ നിന്ന് 24നെ മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? ആൻസർ വിൽ ബി -2. ഓക്കെ, ഇവിടെ നമ്മൾ -2 എന്ന് കൊടുത്തു അല്ലേ? ഇതുമാതിരി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ടോട്ടൽ യൂട്ടിലിറ്റിയിൽ നിന്ന് മാർജിനൽ യൂട്ടിലിറ്റിയെ നമുക്ക് കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പൊ ഇതുമാതിരി ഇപ്പൊ നമ്മൾ ഓർക്കുക, മാർജിനൽ യൂട്ടിലിറ്റി കണ്ടുപിടിക്കാനായിട്ട് 2 ഫോർമുല നമ്മൾ എഴുതിയിട്ടുണ്ട്. ഏതൊക്കെയാണ്? mu എന്ന് പറയുന്നത് is equal to delta tu by delta q. First one. Then second one, mu is equal to mu of x is equal to tu of x minus tu of x minus 1. ഓക്കെ, ഈ 2 ഫോർമുലയും നമ്മളൊന്ന് ഓർത്ത് വെച്ചിരിക്കുക. 2 ഫോർമുലയും വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ടോട്ടൽ യൂട്ടിലിറ്റിയിൽ നിന്ന് നമുക്ക് മാർജിനൽ യൂട്ടിലിറ്റി കണ്ടുപിടിക്കാൻ കഴിയും. ഓക്കെ അല്ലേ? ഇപ്പൊ ടോട്ടൽ യൂട്ടിലിറ്റിയിൽ നിന്ന് നമ്മൾ മാർജിനൽ യൂട്ടിലിറ്റി കണ്ടുപിടിച്ചിട്ടുണ്ട് ഇല്ലേ? അപ്പൊ നോക്കിയേ, ഇതുമാതിരിയുള്ള വാല്യൂസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഫസ്റ്റ് കേസിൽ ഞാൻ പറഞ്ഞു, ഒരു യൂണിറ്റ് ഔട്ട്പുട്ട് ഒരു ഐസ്ക്രീം കഴിക്കുമ്പോൾ നമുക്ക് ഇത്ര ടോട്ടൽ യൂട്ടിലിറ്റി കിട്ടി? 10 യൂട്ടിലിറ്റി കിട്ടി ഇല്ലേ? സെയിം വാല്യൂ തന്നെ നമുക്ക് എന്തും ചെയ്യാം, മാർജിനൽ യൂട്ടിലിറ്റിയിലും കൊടുക്കാം. കാരണം നമ്മള് ഇന്നലെ വരെ നമ്മൾ എന്ത് ചെയ്തിട്ടില്ല? ഐസ്ക്രീം കഴിച്ചിട്ടില്ല. അപ്പൊ ഇന്ന് നമ്മൾ എന്ത് ചെയ്യാണ്? ആദ്യമായിട്ടൊരു ഐസ്ക്രീം കഴിക്കുക അല്ലെ? അപ്പൊ നേരത്തെ നമ്മുടെ ടോട്ടൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത് എന്താ? 0 ആണ്. നമ്പർ ഓഫ് യൂണിറ്റ്സ് ഓഫ് ഔട്ട്പുട്ട് കൺസ്യൂംഡ് എന്ന് പറയുന്നത് ഐസ്ക്രീം കൺസ്യൂം ചെയ്തത് എത്രയാണ്? 0. ഇപ്പൊ നമ്മൾ പുതിയതായിട്ട് എന്ത് ചെയ്തു? ഒരു ഐസ്ക്രീം കഴിച്ചു അല്ലേ? അപ്പൊ നമുക്ക് ഇന്നലെ വരെ 0 ആയിരുന്ന ടോട്ടൽ യൂട്ടിലിറ്റി ഇപ്പൊ അത് എത്രയായി? 10 ആയി. ആ സെൻസിൽ ഇവിടെ വരുന്ന ടോട്ടൽ യൂട്ടിലിറ്റിയുടെ വാല്യൂ അത് തന്നെ നമുക്ക് എന്തും ചെയ്യാം? മാർജിനൽ യൂട്ടിലിറ്റിയിൽ നമുക്ക് കൊടുക്കാം. ഓക്കെ, അങ്ങനെ ഞാൻ 10, 8, 4 ഈ തരത്തിൽ വാല്യൂസ് കൊടുത്തിട്ടുണ്ട്. ഇനി നോക്കിയേ,
ഈ നമ്മൾ ടോട്ടൽ യൂട്ടിലിറ്റിയുടെ മീനിങ് എടുത്തിരുന്നു. എന്താണ് ടോട്ടൽ യൂട്ടിലിറ്റി? ഓർമ്മയുണ്ടാവുമല്ലോ, നമ്മൾ തുടക്കത്തിൽ പഠിച്ചതാണ്. ടോട്ടൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത് എന്താണ്? ടോട്ടൽ സാറ്റിസ്ഫാക്ഷൻ, അല്ലേ? ടോട്ടൽ സാറ്റിസ്ഫാക്ഷൻ derived from the consumption of a particular commodity. ഇപ്പൊ സിംപ്ലി മീനിങ് നമ്മൾ കൊടുക്കുന്നു. ടോട്ടൽ യൂട്ടിലിറ്റി കണ്ടുപിടിക്കാൻ പറയാം. നമുക്ക് ടോട്ടൽ യൂട്ടിലിറ്റിനെ നമ്മൾ ന്യൂമറിക്കലി കണ്ടുപിടിക്കാം. എങ്ങനെ? വിത്ത് ദി ഹെൽപ്പ് ഓഫ് മാർജിനൽ യൂട്ടിലിറ്റി. TU എന്ന് പറയുന്നത് that is equal to sum of marginal utilities എന്ന് പറയും. ടോട്ടൽ യൂട്ടിലിറ്റി എന്ന് പറഞ്ഞാൽ വേറൊരു സെൻസിൽ എന്ത് പറയാം? സം ഓഫ് മാർജിനൽ യൂട്ടിലിറ്റീസ്. ഓക്കെ, സം ഓഫ് മാർജിനൽ യൂട്ടിലിറ്റീസ് എന്ന് മീൻ ചെയ്യാം. അത് എങ്ങനെയാണ് നമ്മൾ, ഞാൻ ജസ്റ്റ് ഈ എക്സാം ഈ ഒരു ക്വസ്റ്റ്യനെ ബേസ് ചെയ്ത് നമുക്ക് കണ്ടു നോക്കാം എങ്ങനെയാണ്. ഞാൻ ഈ ടോട്ടൽ യൂട്ടിലിറ്റിയുടെ കോളം ഫുൾ മായ്ക്കുകയാണ്, തന്നിട്ടില്ല എന്ന് കരുതുക. സപ്പോസ് മാർജിനൽ ക്വസ്റ്റ്യനിൽ എന്ത് തന്നിട്ടുണ്ട്? ഔട്ട്പുട്ട് കൺസ്യൂംഡ് തന്നിട്ടുണ്ട്, മാർജിനൽ യൂട്ടിലിറ്റീസ് തന്നിട്ടുണ്ട്. യു ഹാവ് ടു കാൽക്കുലേറ്റ് ടോട്ടൽ യൂട്ടിലിറ്റി. എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുക? ഓക്കെ, അപ്പോ നോക്കിയേ, അപ്പൊ നമുക്കറിയാം ഒരു യൂണിറ്റ് കൺസ്യൂം ചെയ്തപ്പോൾ മാർജിനൽ യൂട്ടിലിറ്റി 10 യൂണിറ്റ്സ് ആണ്. 2 യൂണിറ്റ് കൺസ്യൂം ചെയ്തപ്പോൾ മാർജിനൽ യൂട്ടിലിറ്റി 8 ആണ്. ഇങ്ങനെ ഒരു മീനിങ് ഉണ്ട് ഇല്ലേ? ഈ ഒരു ടേബിളിൽ അങ്ങനെ ഒരു മീനിങ് നമ്മൾ നോക്കിയതാണ്. അപ്പൊ ഇനി നോക്കൂ, ടോട്ടൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത് മാർജിനൽ യൂട്ടിലിറ്റി ബേസ് ചെയ്ത് എങ്ങനെയാണ്? ഫസ്റ്റ് യൂണിറ്റ് കൺസ്യൂം ചെയ്യുമ്പോൾ, ഫസ്റ്റ് ഐസ്ക്രീം കൺസ്യൂം ചെയ്യുമ്പോൾ മാർജിനൽ യൂട്ടിലിറ്റി എത്രയാണ്? 10 അല്ലെ? സെയിം തന്നെയായിരിക്കും എന്തും വരിക? ടോട്ടൽ യൂട്ടിലിറ്റിയിലും വരിക. ഇതിന്റെ സം ഒരു യൂണിറ്റ് കൺസ്യൂം ചെയ്യുമ്പോൾ മാർജിനൽ യൂട്ടിലിറ്റി എത്രയാണോ അത് തന്നെ ആയിരിക്കും ടോട്ടൽ യൂട്ടിലിറ്റി. ദെൻ 2 യൂണിറ്റ് കൺസ്യൂം ചെയ്യുമ്പോൾ സം ഓഫ് മാർജിനൽ യൂട്ടിലിറ്റീസ് എന്നാണ്. എന്ന് പറഞ്ഞാൽ എന്താ മീനിങ്? സം ഓഫ് ദീസ് 2 മാർജിനൽ യൂട്ടിലിറ്റീസ്. 2 യൂണിറ്റ് ആവുമ്പോൾ ഈ 2 യൂണിറ്റിന്റെയും മാർജിനൽ യൂട്ടിലിറ്റീസ് നമ്മൾ ആഡ് ചെയ്യുക. ഏതൊക്കെയാണ് നമ്മൾ ആഡ് ചെയ്യേണ്ടി വരിക? 10 plus 8. ഓക്കെ, 10 plus 8 ആണ് എന്താണ്? ഈ 10 എന്ന് പറയുന്നത് മാർജിനൽ യൂട്ടിലിറ്റി ഓഫ് 1 ഫസ്റ്റ് കമ്മോഡിറ്റി ഇല്ലേ? 8 എന്ന് പറയുന്നത് മാർജിനൽ യൂട്ടിലിറ്റി ഓഫ് സെക്കൻഡ് യൂണിറ്റ് ആണ്. അപ്പോ സെക്കൻഡ് യൂണിറ്റിന്റെ ടോട്ടൽ യൂട്ടിലിറ്റി എന്ന് പറഞ്ഞാൽ സം ഓഫ് ഫസ്റ്റ് മാർജിനൽ യൂട്ടിലിറ്റി ഓഫ് ഫസ്റ്റ് യൂണിറ്റ് ആൻഡ് മാർജിനൽ യൂട്ടിലിറ്റി ഓഫ് സെക്കൻഡ് യൂണിറ്റ്. ദാറ്റ് മീൻസ് എന്താണ് ടോട്ടൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത്? 10 plus 8 gives total utility of 2 commodities, 2 units of commodities എന്നാണ് നമ്മൾ മീൻ ചെയ്യുക. അപ്പൊ 10 plus 8 എന്ന് പറയുന്നത് എത്ര വരും? 18. ഓക്കെ, അപ്പം ഈ 18 എങ്ങനെ കിട്ടി എന്ന് പറഞ്ഞാല് 10 plus 8 2 യൂണിറ്റിന്റെയാണ് അല്ലേ? 2 ഐസ്ക്രീം കഴിച്ചപ്പോ നമുക്ക് എത്ര ടോട്ടൽ യൂട്ടിലിറ്റി കിട്ടിയെന്ന് നോക്കാം. എങ്ങനെയാ കിട്ടുക? ഇത് രണ്ടും, അതായത് ഒരു ഐസ്ക്രീം കഴിച്ചപ്പോൾ മാർജിനൽ യൂട്ടിലിറ്റി 10, 2 ഐസ്ക്രീം കഴിച്ചപ്പോൾ മാർജിനൽ യൂട്ടിലിറ്റി 8. അപ്പോൾ 2 ഐസ്ക്രീം കഴിച്ചപ്പോൾ ടോട്ടൽ യൂട്ടിലിറ്റി എത്രയാണ്? ആദ്യത്തെ 2 മാർജിനൽ യൂട്ടിലിറ്റീസും കൂടെ നമ്മൾ ആഡ് ചെയ്യുക. സം ഓഫ് മാർജിനൽ യൂട്ടിലിറ്റീസ്. അപ്പോൾ എത്ര കിട്ടും? 10 plus 8 എന്ന് പറയുന്നത് 18. അങ്ങനെ ഞാനിവിടെ 18 എന്ന് എഴുതി. ഓക്കെ, ഇനി 3 ഐസ്ക്രീം കഴിച്ചപ്പോൾ നമുക്ക് എത്ര സാറ്റിസ്ഫാക്ഷൻ കിട്ടിയെന്ന് നോക്കാം. അപ്പൊ നമ്മൾ എന്താ ചെയ്യാ? സം ഓഫ് മാർജിനൽ യൂട്ടിലിറ്റീസ് എന്നല്ലേ? അപ്പൊ 3 യൂണിറ്റ്സിന്റെ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? 10 plus 8 plus 4. ഓക്കെ, 10 plus 8 plus 4 എന്ന് പറഞ്ഞാൽ ഇത് 3 കൂടെ നമ്മൾ ആഡ് ചെയ്യേണ്ടി വരും. 10 plus 8 plus 4 എന്ന് പറഞ്ഞാൽ എത്രയാ വരിക? 22 അല്ലേ? അപ്പൊ ഇവിടെ നമ്മൾ 22 എന്നാണ് എഴുതി. ഓക്കെ അല്ലേ? അപ്പോ ഇത് 3 കൂടെ നമ്മൾ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ അതിനെ നിയറസ്റ്റ് ആയിട്ട് എഴുതണം കേട്ടോ. 18 ആൻഡ് ഹിയർ കംസ് 22. ഇത്തരത്തിൽ എഴുതണേ. അപ്പൊ 22 കിട്ടി. അപ്പൊ 3 യൂണിറ്റ്സ് കൺസ്യൂം ചെയ്യുമ്പോൾ, 3 ഐസ്ക്രീം കൺസ്യൂം ചെയ്യുമ്പോൾ നമുക്ക് 22 യൂണിറ്റ്സ് ആണ്, 22 ആണ് നമ്മൾ ടോട്ടൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടിയിട്ടുണ്ടാവുക. ഓക്കെ, ഇനി നമ്മൾ 4th യൂണിറ്റിന്റെ ടോട്ടൽ സാറ്റിസ്ഫാക്ഷൻ നോക്കുക. അപ്പൊ നമ്മൾ എന്താ ചെയ്യുക? ഇതുവരെയുള്ള മാർജിനൽ യൂട്ടിലിറ്റീസ് നമ്മൾ ആഡ് ചെയ്യണം. മാർജിനൽ യൂട്ടിലിറ്റീസ് derived from consuming
4 യൂണിറ്റ്സ് സം ഓഫ് ദീസ് മാർജിനൽ യൂട്ടിലിറ്റീസ് എന്നാണ്. അപ്പൊ നമ്മൾ എന്താ ചെയ്യാ 10 പ്ലസ് 8 പ്ലസ് 4 പ്ലസ് 2. അപ്പൊ എത്ര വരും നമുക്ക് നോക്കിയേ, ഇത്രയും മാർജിനൽ യൂട്ടിലിറ്റീസ് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുക നോക്കൂ, ഇത് മുതൽ ഇതുവരെയുള്ള യൂട്ടിലിറ്റീസ് ആഡ് ചെയ്യുക. അപ്പൊ എത്ര വരും 24 കിട്ടിയില്ലേ? അപ്പോ 4th യൂണിറ്റ് വരെ നമുക്ക് കിട്ടി. Then and the last യൂണിറ്റ് നമുക്ക് മാർജിനൽ യൂട്ടിലിറ്റി കിട്ടാൻ ഇതുവരെ വരുമ്പോൾ നമുക്ക് 24 ആണ്. ലാസ്റ്റ് വാല്യൂ എന്ന് പറയുന്നത് എത്രയാ? ഇതും കൂടെ നമ്മൾ ഇൻക്ലൂഡ് ആഡ് ചെയ്യണം. ആഡ് ചെയ്യുമ്പോൾ 24 പ്ലസ് മൈനസ് 2 ആണ്. ഇത്രയും കൂടെ നമ്മൾ ആഡ് ചെയ്യുമ്പോൾ ഡെഫിനറ്റ്ലി അവിടെ എന്ത് വരും? 24ൽ നിന്ന് 24ന്റെ കൂട്ടത്തിൽ -2 കൂടെ നമ്മൾ ആഡ് ചെയ്യുവാണെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മുടെ വാല്യൂ എന്താവും? 22 ആയി കിട്ടുമല്ലോ. ഇതേമാതിരി നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? മാർജിനൽ യൂട്ടിലിറ്റി തന്നിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അതിൽ നിന്ന് നമുക്ക് ടോട്ടൽ യൂട്ടിലിറ്റി കാണാം. ഇപ്പൊ ടോട്ടൽ യൂട്ടിലിറ്റിക്ക് ഇങ്ങനെ ഒരു മീനിങ് നമുക്ക് കൊടുക്കാം. എന്താണ് ടോട്ടൽ യൂട്ടിലിറ്റി? മീൻസ് സം ഓഫ് മാർജിനൽ യൂട്ടിലിറ്റീസ്. എന്താണ്? ഫ്രം മാർജിനൽ യൂട്ടിലിറ്റീസ് വി ക്യാൻ ഫൈൻഡ് ടോട്ടൽ യൂട്ടിലിറ്റീസ് എന്നുള്ള കാര്യം നിങ്ങൾ ഓർത്തോളുക. ഓക്കെ, അപ്പൊ ഇതിനെ ബേസ് ചെയ്ത് നിങ്ങളൊരു ഗ്രാഫ് വരച്ചു നോക്കുക. അപ്പൊ ഗ്രാഫ് വരയ്ക്കുമ്പോൾ അതിന്റെ ഗ്രാഫ് ഒരു ഹോംവർക്ക് ആയിട്ട് തരാണ്. ഇതുമാതിരി ഒരു ഇമാജിനറി ടേബിൾ നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൽ എന്താണ് നമ്മൾ നോക്കിയിട്ടുള്ള കാര്യം ഓർക്കുക. യൂട്ടിലിറ്റിയുടെ മീനിങ് നമ്മൾ നോക്കി. യൂട്ടിലിറ്റി 2 അപ്രോച്ചസ് ഉണ്ടെന്ന് പറഞ്ഞു. ഏതൊക്കെ അപ്രോച്ചസ് ആണ്? കാർഡിനൽ അപ്രോച്ചും ഓർഡിനൽ അപ്രോച്ചും. ഡിഫറൻസ് എന്തിന്റെ ബേസിസിലാണെന്ന് നോക്കുക, അത് ഓർക്കണം. പിന്നെ കാർഡിനൽ അപ്രോച്ചിന്റെ ബേസിസിൽ നമ്മൾ യൂട്ടിലിറ്റിയുടെ 2 അനാലിസിസ് ഉണ്ട്. ഏതൊക്കെയാണ്? ടോട്ടൽ യൂട്ടിലിറ്റിയും മാർജിനൽ യൂട്ടിലിറ്റിയും. വളരെ സിമ്പിൾ ആണ്, പക്ഷേ ഈ ഫോമിൽ നമുക്കൊന്ന് ഓർത്ത് വെച്ചിരിക്കാം. ഓക്കെ, അപ്പൊ ജസ്റ്റ് പോയിന്റ്സ് ഒക്കെ ഒന്ന് നോട്ട് ചെയ്തെടുക്കുക. ടേബിൾ ഒന്ന് വരച്ചു നോക്കുക. അതിനെ ബേസ് ചെയ്തിട്ടൊരു ഗ്രാഫ് നിങ്ങൾ നോക്കുക. ഇതിന്റെ ട്രെൻഡ് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് നോക്കാം. ഓക്കെ, എല്ലാവരും നന്നായിട്ട് കണ്ട് മനസ്സിലാക്കാനായിട്ട് ശ്രദ്ധിക്കാം.